നമസ്കാരം. കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ്, മുഖ്യമന്ത്രിയെ അറിയൂ ഉത്തരം എഴുതൂ. അതായത് ഈ 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ എസ്സേ ആയിട്ട് ഒരു കോമ്പറ്റീഷനായിട്ട്, ഒരു മത്സര ഇനമായിട്ട് സംഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. PR വർക്കിന്റെ പുതിയ ചില രൂപഭാവങ്ങളാണ്. 10 വർഷം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എന്തു ചെയ്തു, ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. അതിന് ചോദ്യങ്ങൾക്ക് സിലബസ് ഉണ്ട്. നമ്മുടെ ഈ ലേണേഴ്സ് ലൈസൻസിന്റെ ടെസ്റ്റ് പോലെയാണ്. പ്രത്യേക സിലബസ് ഉണ്ട്. 100 ചോദ്യങ്ങളുണ്ട്. ആ 100 ചോദ്യങ്ങളിൽ അല്ലെങ്കിൽ 100 കാര്യങ്ങളിൽ 100 പോയിന്റുകളിൽ ഏതെങ്കിലുമൊക്കെ ചോദിക്കുകയുള്ളൂ. ആ 100ന് വിട്ടൊരു കളിയില്ല. ഈ 100ഉം കുറെ കഥകൾ മെനഞ്ഞുണ്ടാക്കിയ സംഭവങ്ങളാണെന്നാണ് കേൾക്കുന്നത്. 5 ലക്ഷം രൂപ വരെയാണ് സ്കൂൾ കോളേജ് തലത്തിലുള്ള മത്സരങ്ങൾക്ക്. വാർത്താ പ്രേക്ഷകർ കണ്ടു കാണും. LSS USS സ്കോളർഷിപ്പ് പരീക്ഷകൾക്ക് മുഖ്യമന്ത്രിയുടെ പേരിട്ടതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ പേരിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി സർക്കാർ സംഘടിപ്പിക്കുന്ന ക്വിസ് ഇപ്പോൾ വിവാദത്തിലായി. ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ്. ഭരണ നേട്ടങ്ങൾ മാത്രം പറയുക, വലിയ സമ്മാനങ്ങളാണ് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ചില PR വർക്കുകളുടെയൊക്കെ ഭാഗമായിട്ട് ഇതൊക്കെ PR പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ നടത്തിയാൽ ഗുണമുണ്ടാക്കി. നവകേരള സദസ്സ് നടന്നതുപോലെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ അത് കേട്ട് സർക്കാർ സംവിധാനങ്ങൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. ഇത് എത്രത്തോളം വിജയമാകും എന്ന കാര്യം അറിയില്ല. എന്തായാലും ഇലക്ഷൻ വരുംതോറും ഇത്തരത്തിലുള്ള PR വർക്കുകളുടെയും ഒക്കെ എണ്ണം കൂടും. ഇനിയിപ്പോ വീട് കയറി ഇറങ്ങിയുള്ള പരിപാടിയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഇതിനകത്ത് ചില കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഈ 10 വർഷം കൊണ്ട് നടപ്പിലാക്കിയ ചില കാര്യങ്ങൾ പെട്ടെന്ന്, അതായത് വികസനത്തിന്റെ ചില കാര്യങ്ങൾ എന്തൊക്കെ വികസിപ്പിച്ചു എന്ന് നമുക്കറിയണം. പെട്ടെന്ന് കുറെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് കൂട്ടിച്ചേർക്കാം. കറണ്ട് ബില്ല് വളരെ നന്നായി വികസിപ്പിച്ചു. കറണ്ട് ബില്ല് ഇപ്പോൾ നമ്മൾ സമയമനുസരിച്ച് വൈകുന്നേരം 6 മണിക്ക് ശേഷമൊക്കെ ഭയങ്കര കൂടുതലാണ്. വീട്ടുകരം വർദ്ധിപ്പിച്ചു, വെള്ളക്കരം വികസിപ്പിച്ചു, വീട് പണിയാൻ പെർമിറ്റ് ഫീ കൂട്ടി, രജിസ്ട്രേഷൻ ഫീ, തൊഴിലില്ലായ്മ വികസിപ്പിച്ചു. കേരളത്തിന്റെ പൊതുകടം വളരെ കാര്യമായി തന്നെ വികസിപ്പിച്ചു. കേരളത്തിലെ പൊതുകടം 1,52,000 കോടിയിൽ നിന്ന് 10 വർഷം കൊണ്ട് 6 ലക്ഷം കോടിയായിട്ടാണ് വികസിപ്പിച്ചത്. ബിവറേജ്, ബാർ തുടങ്ങിയവ വികസിപ്പിച്ചു. 200-ലധികം സർക്കാർ സ്കൂളുകൾ പൂട്ടി. മദ്യത്തിന്റെ വില ക്രമാതീതമായി വർദ്ധിപ്പിച്ചു. ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ അവശ്യ വസ്തുക്കളുടെയും വില വളരെ വികസിച്ചിട്ടുണ്ട്. നല്ല വികസനമാണ് നടക്കുന്നത്, അല്ലെ? സപ്ലൈകോയിൽ അവശ്യ വസ്തുക്കളില്ല എന്ന ബോർഡ് എത്രയോ കാലത്തിന് ശേഷം നമ്മൾ കണ്ടു. നാട്ടിലെ വികസനം കാരണം യുവതലമുറ കൂട്ടത്തോടെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. ആക്രമണങ്ങളും കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഒക്കെ തന്നെ ക്രമസമാധാനത്തിൽ ആകെ തകർന്നിരിക്കുന്നു. മയക്കുമരുന്നിന് അടിമകളാകുന്ന യുവതികളുടെ എണ്ണം. അതുപോലെ തന്നെ ഡൽഹിയിൽ നമ്മുടെ തോമസ് മാഷിന് ഒരു കാര്യവുമില്ലാത്തൊരു സ്ഥാനം കൊടുത്തു. ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന PSC ചെയർമാന്റെ ശമ്പളം 4 ലക്ഷമായി വികസിപ്പിച്ചു. അതുപോലെ പൊതുജനങ്ങൾ കൊടുത്ത ഫണ്ടുകൾ മുക്കി. ബാങ്കുകളും ദേവസ്വം ക്ഷേത്രങ്ങളും കൊള്ളയടിച്ചു. തൊഴിൽ രഹിതരുടെ എണ്ണം 48 ലക്ഷമായി ഉയർന്നു. ഒരുപാട് വികസനങ്ങൾ ഇനിയുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വികസനങ്ങൾ തുടരുകയാണ്. ഇതൊക്കെയാണോ എഴുതേണ്ടത്? അല്ല. കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം. അതൊക്കെ ഒന്നാമത് പറയുന്നത് എത്രയോ കോടി രൂപയുടെ നിക്ഷേപം ഇവിടെയുണ്ട്. പിന്നെ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത കുറെ കണക്കുകളും പറയും. പിന്നെ എന്താണ്, കേന്ദ്രം ഫണ്ട് തന്നില്ല എന്നും പറയും. ഇതൊക്കെയാണ്. എന്തായാലും essay ഒക്കെ എഴുതി കുട്ടികൾക്ക് സമ്മാനം കിട്ടട്ടെ. നന്നായി പ്രിപ്പയർ ചെയ്ത് എഴുതുക. പ്രിപ്പയർ ചെയ്യാൻ ഔട്ട് ഓഫ് സിലബസ് ഒന്നുമില്ല. ആ സിലബസ് തന്നെ പ്രിപ്പയർ ചെയ്ത് ചീഫ് മിനിസ്റ്റേഴ്സ് സിലബസ് നോക്കി മനോഹരമായി essay എഴുതി, ഉപന്യാസവും ക്വിസും ഒക്കെ എഴുതി കുട്ടികൾക്ക് നല്ല ഒരു എഴുതാനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടാകട്ടെ.